ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ക്യാരറ്റ് വെച്ചൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾക്ക് വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്, ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സ്വീറ്റ് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റിലോട്ട് കുറച്ച് 2-3 സ്പൂൺ പഞ്ചസാരയും പാലും ഒഴിച്ച് നമുക്ക് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി പുഡിങ്ങാണ്. അതിന് ആവശ്യത്തിന് പാൽ, ഒരു 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് നമുക്കിത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാനുള്ളതാണ് ഈ ക്യാരറ്റ്. ഇങ്ങനെ നമ്മുടെ ക്യാരറ്റ് വേവിക്കാൻ വെക്കുന്നതിനോടൊപ്പം നമുക്ക് വേറൊരു പാനിലായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ പാലെടുത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പാല്, കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറിൽ കുറച്ച് പാല് ഒന്ന് കട്ടകളില്ലാതെ നല്ലോണം സ്മൂത്തായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇതിനൊരു മഞ്ഞ കളർ ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവൊക്കെ ഇടാം മഞ്ഞ കളറിന് വേണ്ടി കേട്ടോ. കളർ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അതോടുകൂടി തന്നെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പാലപ്പോഴത്തേക്കും ഒന്ന് ചൂടായിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ഇവിടെ മിൽക്ക് മെയ്ഡാണ് എടുക്കുന്നത്. പഞ്ചസാര ഉപയോഗിക്കാൻ നമുക്ക്, പക്ഷെ പഞ്ചസാരയെക്കാട്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഫീല് തരുന്നത് മിൽക്ക് മെയ്ഡിനാണ്. അതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിച്ചത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഫസ്റ്റായിട്ടൊന്ന് തിള വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാത്ത ഒരു പാനിലായിരിക്കണം നമുക്കിത് ചെയ്യാനായിട്ട്. അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം. നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം. കൂടെ തന്നെ ഞാൻ കുറച്ച് വാനില എസൻസ് ഒരു സ്പൂൺ അളവിലൊക്കെ നമുക്ക് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇത് ഉപയോഗിക്കാതിരിക്കാം. നമുക്ക് ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അത് ഫ്ലേവർ നല്ലൊരു വാനില ഫ്ലേവറാണ്. നമ്മൾ ഇത് ചെയ്യുന്നത് തന്നെ ഒരു വാനില ഫ്ലേവറിലായതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അതൊന്ന് സ്കിപ്പ് ചെയ്യാം. അത് നമ്മൾ കൈ എടുക്കാതെ ഒന്ന് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം. കണ്ടോ, ഇപ്പം നല്ല രീതിയിലൊന്ന് കുറുകിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നല്ല രീതിയിൽ തണുക്കാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിൻ്റെ ക്യാരറ്റ് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ബാക്കി ആ പാലുണ്ടല്ലോ അത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഇത് ആ ക്യാരറ്റ് വേവിച്ച പാലാണ്, മധുരമുള്ള പാല്. ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ അതാണ് ഇടുന്നത്. കുറച്ച് മാത്രം കസ്കസ് ഇട്ട് വെക്കാം. കസ്കസ് അല്ലാതെയും കുതിർത്ത് വെക്കാം. പക്ഷേ ഇങ്ങനെ പാലിൽ തന്നെ ആ ഒരു മധുരമുള്ള പാലിൽ തന്നെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റാണ്. കണ്ടോ, നല്ല രീതിയിൽ നമുക്കതൊന്ന് സെറ്റാനായിട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു സംഭവം നമ്മളിപ്പോൾ തണുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യാരറ്റിനെ ഒന്ന് അരച്ചെടുക്കണം. നല്ല രീതിയിൽ കുറുകി എടുത്തിട്ടുണ്ട് നമ്മുടെ കസ്റ്റാർഡ് പുഡിങ്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ചെടുത്ത് ക്യാരറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല. അതിന് ഒരുപാട് ലൂസിലും അരയ്ക്കരുത്. ഇപ്പം ഞാനിതിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ഒരു വാനില ഐസ്ക്രീമാണ്. ഈ ഐസ്ക്രീമും കൂടി ഇട്ട് ഒരുപാട് ലൂസായിട്ട് അരയ്ക്കാതെ ഒരു പരുവത്തിൽ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അത് അരച്ച് നല്ല രീതിയിൽ ഒരു ക്രീമി പരുവത്തിൽ നമുക്കിത് ഇതുപോലെ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു മിക്സ്, പാലിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ ആ ഒരു പൾപ്പും കൂടെ അതിലേക്ക് നല്ലോണം അത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആ ഒരു കസ്റ്റാർഡ് മിക്സ് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ആ ക്യാരറ്റിൻ്റെ പൾപ്പ് ഇടാനായിട്ട്. ഇനി നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4-5 മണിക്കൂർ തണുപ്പിച്ച് വേണം എടുക്കാനായിട്ട്. ഞാനിത് തലേദിവസം അവർ രാവിലെ വരുന്നതുകൊണ്ട് തലേദിവസം തയ്യാറാക്കി വെച്ചിട്ടാണ് എടുത്തത്. ഞാനിത് ഫ്രിഡ്ജിലേക്ക്
വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഇത് മൊത്തത്തിൽ മാറ്റുന്നുണ്ട്. കണ്ടോ, നല്ല കുറുകിയ നമ്മുടെ ആ ഒരു ഇപ്പം തന്നെ ഇങ്ങനെ ആയിട്ടത് കഴിക്കാം. പക്ഷെ ഇത് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ ബാക്കിയുണ്ട്. അപ്പം അതും ഞാൻ കാണിച്ചു തരാം. ഞാനത് പിറ്റേ ദിവസമാണ് എടുത്ത് നല്ലോണം തണുപ്പിച്ച് കഴിക്കണം. അപ്പോഴാ ഒരു ഐസ്ക്രീം കഴിക്കുന്ന പോലെ എടുക്കും. പിറ്റേന്ന് ഞാനത് എടുത്തു നല്ല രീതിയിൽ തണുപ്പിച്ചിട്ടുണ്ട്. ഞാനിത് കഴിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ആപ്പിളും നമ്മുടെ മാതളം, കുറച്ച് നട്ട്സ്, കാഷ്യൂനട്ടും ബദാമും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആ തണുത്തൊരു മിക്സ് എടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ മാറ്റി വെച്ചായിരുന്നല്ലോ ഒരു കസ്കസ്, കണ്ടോ, പാലുമായിട്ട് അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. അതാകുമ്പോൾ ആ ഒരു കുറുകിയ ഒരു പരുവം അല്ലാതെ കുറച്ച് ലൂസായിട്ട് നമുക്ക് കുടിക്കുന്ന പരുവൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നല്ല രീതിയിൽ എല്ലാം തണുത്തിരിക്കുന്ന നല്ല ഈ ചൂടത്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് കസ്റ്റാർഡ് പുഡിങ് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ. എല്ലാവരും ട്രൈ ചെയ്ത്